ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡേ 4. അപ്പോൾ ഇന്ന് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത കുറച്ച് ഐറ്റംസ് ട്രൈ ചെയ്ത ദിവസമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. രാവിലെ തന്നെ ഞാൻ ചായ കുടിക്കായിരുന്നപ്പോൾ ഒരാൾ വന്ന് ഹാജരായിട്ടുണ്ട്. എന്നെ വന്ന് ഇടങ്ങാറാക്കാണ്ടിരിക്കാൻ മൂത്ത് അവിടെ ലോക്കാക്കി ഇരുത്തിയതാണ് ആളെ. ഞാൻ പിന്നെ ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്കിൽ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കഴിക്കാൻ തുടങ്ങി. കാരണം ഞാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് അമ്മയില്ല വാരിത്തരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അങ്ങനെ ആളെങ്ങനെയോ അതിൻ്റെ മേലെ വെലിഞ്ഞ് കയറി എങ്ങോട്ടാ പോകേണ്ടത് തിരിയാത്ത അവസ്ഥയിലാണ് ഉള്ളത്. എനിക്കിതൊന്നും നോക്കാനുള്ള സമയമില്ല. ഞാൻ എങ്ങനെയല്ലോ വാരി വാരി തിന്ന് അങ്ങനെ ആള് താഴെ എത്തി. അങ്ങനെ ഞാനൊരു കടലൊക്കെ കൊടുത്തപ്പോൾ ആള് ഹാപ്പിയായി. ഞാൻ എന്ത് കൊടുത്താലും തിന്നും. സാധാരണ ഒരു പൂച്ച ഇന്നതേ തിന്നു എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല. പിന്നെ കോളേജിലെത്തി ചേച്ചിമാരൊരു കട്ട്ലറ്റ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചു. പിന്നെ ഞാൻ ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഗാലക്സി കിട്ടിയപ്പോൾ അതും കഴിച്ചു. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് ഹൈദരാബാദി ബിരിയാണിയാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ കഴിച്ചു നോക്കാൻ ചോദിച്ചു. കാരണം ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഓർഡർ ചെയ്തതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വെജ് ഷെസ്വാൻ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. ഞാൻ ചിക്കൻ്റെ കഴിച്ചിട്ടുണ്ടെങ്കിൽ വെജ് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അത് ചിക്കനും കൂട്ടി കഴിക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ ഡൗൺ ടൗൺ മാൾ പോയിട്ടായിരുന്നു കഴിച്ചത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ആര്യ ഫലൂദയിൽ വന്ന് അവിടുന്ന് ഫെറാറ റോഷറിൻ്റെ പേസ്ട്രി ട്രൈ ചെയ്തു. എനിക്ക് അതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പാനിപൂരി ഞാൻ ഇതിനു മുന്നേ ഒരു വട്ടം കഴിച്ചിട്ടുണ്ട്. അത് ഞാൻ മാഹിപ്പള്ളി പെരുന്നാളിന് പോയപ്പോൾ കഴിച്ചാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഓരോ സ്ഥലത്ത് ഓരോ ടേസ്റ്റ് ആണെന്ന്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ലൈഫിൽ ഇതുവരെ കഴിക്കാത്തൊരു സാധനമാണ് പിസ്സ. ഞാൻ കഴിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ചീസ് എൻ്റെ ഒരു മൈൻഡിൽ എനിക്ക് ചീസ് സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റാൻഡമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞതാണ്. അങ്ങനെ അവരത് ഓർത്ത് വെച്ചിട്ട് എനിക്കിന്ന് മട്ക പിസ്സ വാങ്ങി തന്നു. പിസ്സേൻ്റെ ടേസ്റ്റ് പോലെ തന്നെയാണെന്നാണ് അവർ പറഞ്ഞത്. എനിക്കറിയില്ല. അങ്ങനെ അത് മട്ക പിസ്സ എനിക്ക് ഓക്കെ ആയിരുന്നു. മറ്റേ പിസ്സ എനിക്ക് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഒരു വെജ് സാൻഡ്വിച്ച് ഞാൻ ലൈഫിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പുറത്തു പോയാലും വെജ് ഐറ്റംസ് ഓർഡർ ചെയ്ത ചരിത്രമില്ല. പക്ഷേ ഇത് ഫ്രണ്ട്സ് ഓർഡർ ചെയ്തതാണ്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഞാൻ പറഞ്ഞു വെജല്ല ഇത്ര ടേസ്റ്റോ. പിന്നെ വീട്ടിലെത്തി വൈകിട്ട് പിന്നെ ഒന്നും കഴിക്കാനുള്ള സ്ഥലമില്ല ഞാൻ വയറ്റിൽ. പിന്നെ ഇത്രയും ജങ്ക് ഫുഡ് കഴിച്ചുകൊണ്ട് രാത്രി ഭക്ഷണം ഫുള്ള് നാടൻ രീതിയിലാക്കി. ചക്കക്കുരു മുരിങ്ങാച്ചപ്പും വറവുണ്ടേനും കറിയുണ്ടേനും നത്തൽ പൊരിച്ചതുണ്ടേനും നത്തലിൻ്റെ കറിയുണ്ടേനും പപ്പടം ഉണ്ടേനും. അങ്ങനെ ഇതെല്ലാം കൂട്ടിയിട്ട് രാത്രിയത്തെ ചോറ് കഴിച്ചു. ഇനി നാളെ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ സീ യു.